ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ്കോൺ ടെമ്പിൾ, ബാംഗ്ലൂരിലെ ഇസ്കോൺ ടെമ്പിളിലേക്ക് പോണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം കുറേ നാളായിട്ടോ, ഒരു 5-8 കൊല്ലമായി പോയിട്ട്. അപ്പം നമുക്ക് ഇന്നും ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഊബറിലാണ് പോണത്. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. ബാംഗ്ലൂരിലെ രാജാജി നഗർ എന്ന സ്ഥലത്താണ് കേട്ടോ. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടോ. അതെ, റോഡ് സൈഡിൽ തന്നെ നമുക്ക് വെൽക്കം ബോർഡ് കാണാം കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. വെൽക്കം ടു രാധാകൃഷ്ണ ടെമ്പിൾ. അപ്പം നമ്മൾ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് അവിടെ തൊട്ട് മുന്നിൽ തന്നെ ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇറങ്ങി നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അവിടെ അമ്പലം ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തുറക്കുന്നതാണ് കണ്ടത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 4:30 കഴിഞ്ഞു കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും. 4:30 4:45 ആയി എത്തിയപ്പോഴേക്കും. അപ്പോൾ തന്നെ തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. കുറച്ചിങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ. അപ്പം തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ക്യൂ നിൽക്കാനായിട്ട് അവരിങ്ങനെ കണ്ടോ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ചപ്പൽ വെക്കാൻ അതിനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമ്പലം കുറച്ചൊരു മുകളിലായിട്ടാണ്, ഒരു പൊക്കത്തിലായിട്ടൊരു കുന്ന് പോലൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ചപ്പലൊക്കെ വെച്ചു. എന്നിട്ട് നമ്മൾ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് നമ്മളങ്ങനെ നടന്ന് നീങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മളൊരു സ്കൈ വാക്കിൽ കൂടെ ഞാൻ നടന്ന് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തണം കേട്ടോ. അമ്പലം ഒരു പൊക്കമുള്ള സ്ഥലത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് കാറിൽ നമ്മൾ സ്വന്തം വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാം. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതേ സ്കൈ വാക്കിൽ കൂടി ഇങ്ങനെ സ്റ്റെപ്പ് കയറി അവിടെ ക്രോസ് ചെയ്തിട്ടാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പോൾ ആ ചെറിയ പാലത്തിൽ കൂടെ അല്ലേ നമ്മൾ പോണത്. അതിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച നല്ല മനോഹരമാണ് കേട്ടോ. അവിടെയാണ് കാറൊക്കെ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിലേ നമുക്ക് സ്റ്റെപ്പ് കയറി അങ്ങനെ അമ്പലത്തിലേക്ക് കാർ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ സ്റ്റെപ്പ് കയറി അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന മലയുടെ പേര് വൈകുണ്ഠ മല എന്നാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അവരാണെങ്കിൽ ചുറ്റും മനോഹരമാക്കി കണ്ടോ, പുൽത്തകിടിയൊക്കെ ആയിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ മനോഹരമായിട്ട് എന്തൊരു പച്ചപ്പാണ്, കണ്ണിനും മനസ്സിനൊക്കെ നല്ലൊരു കുളിർമ നൽകുന്നൊരു സംഭവമാണ്. ഇതാണ് മെയിൻ റോഡ് കണ്ടോ. മെയിൻ റോഡ് പോകുന്നുണ്ട്, പിന്നെ മെട്രോ പോകുന്നുണ്ട്. അപ്പം ബസ്സിലും കാറിലെല്ലാം അല്ലാത്തവർക്ക് ബസ്സിലും മെട്രോയിലൊക്കെ വന്ന് എത്തിച്ചേരാൻ വളരെ എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാവുന്ന സ്ഥലമാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, അതേ ഇപ്പം നല്ല പുൽത്തകിടിയൊക്കെ ആയിട്ട് വളരെ മനോഹരമാക്കി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗം. ഇതാണ് അമ്പലം. ഒരു മല എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കുന്നിൻപുറം അവിടെയാണ് കേട്ടോ. ചെറിയൊരു കുന്ന്, അതിൻ്റെ മുകളിലാണ് അമ്പലം. ഇതേ അമ്പലത്തിൻ്റെ ഗോപുരം കാണാം കേട്ടോ. അതേ ആ ഒരു ബ്ലൂ കളറ് കാണുന്ന ആ ഒരു പെയിൻറ്റ് കാണുന്നില്ല, ആ ഗോപുരം അവിടെയാണ് മെയിൻ അമ്പലത്തിൻ്റെ ഗോപുരം. പച്ചപ്പ്, നല്ല ചെടികളും പൂക്കളുള്ള ചെടികളും ഒക്കെ ആയിട്ട് നിറയെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പോണ്ട് കാണാം കേട്ടോ, ഒരു ചെറിയൊരു കുളം കാണാം. അതിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നിറച്ച് പൂക്കളുള്ള ചെടികളൊക്കെ ആയിട്ട് മനോഹരമായിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ. വേസ്റ്റോ ഒന്നും അവിടെ ഇവിടെയൊന്നും ഇട്ടിട്ടില്ല. നല്ല ക്ലീനായിട്ട് അവർ പരിപാലിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ. നമ്മളപ്പോൾ ഒരു കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ നമ്മൾ കയറി ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഒരു സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഗോപുരമുണ്ട്. ഇനി ഇത് നടന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തെത്താം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഗോപുരം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് കൊടിമരമൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇതെവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രീ രാധാകൃഷ്ണ ടെമ്പിൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗോപുരം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അവിടെ വലിയൊരു സ്വർണത്തിൻ്റെ ഒരു കൊടിമരം കാണാൻ സാധിക്കും കേട്ടോ. അപ്പം ഇതൊരു കുന്നിൻ്റെ പുറത്താണല്ലോ കണ്ടോ. ഇതിപ്പോൾ ഒരു പാർട്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പിന്നെ ഒരു പരന്ന സ്ഥലമാണ് കേട്ടോ. അവിടുന്ന് പിന്നെയും സ്റ്റെപ്പ് കയറി അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ കൊടിമരം കാണുന്ന സ്ഥലത്ത് നിന്ന് അമ്പലത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയി കേട്ടോ. അപ്പോൾ ആ കൊടിമരത്തിൻ്റെ മുന്നിലായിട്ട് ഒരു അമ്പലമുണ്ട്. അവിടെയാണ് നരസിംഹമൂർത്തി, ഹനുമാൻ, അങ്ങനെയൊക്കെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെയാണ് നമ്മൾ ആദ്യം തൊഴേണ്ടത്. അത് തൊഴുതിട്ട് പിന്നെയും നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ വീണ്ടും നമ്മൾ കയറണം. പിന്നെ അവിടെ കയറി കഴിഞ്ഞാലും അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അവിടെയാണ് വെങ്കടേശ്വര, തിരുപ്പതി ഭഗവാൻ എന്നുള്ള സങ്കല്പത്തിൽ ഒരു വിഗ്രഹമുണ്ട്. അവിടെ തൊഴുത് പിന്നെയും കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മുടെ മെയിൻ ടെമ്പിൾ വരുന്നത്. രാധാകൃഷ്ണ ടെമ്പിൾ അവിടെയാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ അമ്പലത്തിലേക്ക് തൊഴാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനായിട്ട് ക്യൂ നിൽക്കുകയാണ്.
അവിടുത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട്. ആ 2 ലൈനായിട്ടാണ് പോണത്. അപ്പം ആ ലൈനിൽ കൂടെ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ 108 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ നമ്മൾ ഹരേ രാമ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ അതിൽ ആ ഒരു മന്ത്രം നമ്മളിങ്ങനെ ചൊല്ലിയാണ് കേട്ടോ പോണത്. അപ്പോൾ ആ നടയിൽ എത്തുമ്പോഴേക്കും നമ്മൾ 108 പ്രാവശ്യം അത് ജപിച്ചിരിക്കും. അതിനായിട്ട് ഇങ്ങനെ ഓരോ മാർബിളിൻ്റെ ഓരോ കല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമ്മൾ നടന്ന് ഓരോ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് നമ്മളിങ്ങനെ ആ മന്ത്രം ഒരു പ്രാവശ്യം ചൊല്ലണം. അങ്ങനെ നടയിലെത്തുമ്പോഴേക്കും 108 പ്രാവശ്യം നമ്മളത് ചൊല്ലി തീർന്നിരിക്കും കേട്ടോ. ഇവിടെ കൃഷ്ണൻ്റെയൊക്കെ കുറേ ഫോട്ടോസും എഴുത്തൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അത് 108 എന്ന് എഴുതിയിരിക്കണുണ്ടോ ഒരു സ്റ്റെപ്പിൽ. അതിൽ നമ്മൾ ഫസ്റ്റ് കയറി നിന്നിട്ട് ആ മന്ത്രം ചൊല്ലുക. അതിങ്ങനെ പിന്നണിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എളുപ്പമാണ് അതിങ്ങനെ പറയാനായിട്ട്. ഇത് കണ്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് നിന്നിട്ട് ഓരോ പ്രാവശ്യം ആ മന്ത്രം ജപിക്കണം. പിന്നെ 108 ഇതുപോലെ കല്ലുകളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിങ്ങനെ കയറി നിന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അങ്ങനെ 2 വരിയായിട്ടുണ്ട്. അപ്പം അവിടെ പിന്നെ 108 നടയിലെത്തുമ്പോഴേക്കും നമ്മൾ 108 പ്രാവശ്യം അത് ജപിച്ചിരിക്കും. അവിടെ വരുന്ന ആൾക്കാരെല്ലാം ഇതേപോലെ തന്നെ ഈ മന്ത്രവും ജപിച്ച് ഇതിലിങ്ങനെ ചവിട്ടി അങ്ങനെയാണ് കേട്ടോ പോണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്. ഇത് ഇങ്ങനെ മുകളിലേക്ക് പോകണം. നമ്മൾ അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകണം. അപ്പോൾ ആ സ്റ്റെപ്പിലൊക്കെ ഇതുപോലെ കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 108 അത് 2 വരിയായിട്ടാണ്. അപ്പം 2 വരിയായിട്ടാണ് നീങ്ങുന്നത്. ഒരു സൈഡ് 108 ഉണ്ട്, അപ്പുറത്തെ സൈഡും ഉണ്ട് 108. അപ്പം ഒരേ സമയം 2 വരിയായിട്ട് നമുക്ക് പോയി ഭഗവാനെ കാണാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നരസിംഹമൂർത്തി ഹനുമാൻ സ്വാമിയൊക്കെ ഇരിക്കുന്ന നടയായിട്ടോ. അപ്പോൾ അവിടെ ഉള്ളിലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉള്ളിലൊന്നും എടുത്തിട്ടില്ല. അതേ അപ്പം നമ്മൾ അവിടെ തൊഴുതിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെങ്കടേശ്വര സ്വാമിയുടെ ഒരു നടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും തൊഴുക. അത് നമ്മൾ ഒരു ഗോപുരം കാണുന്നുണ്ട്, ചെറിയൊരു ഗോൾഡൻ താഴികക്കുടമൊക്കെ ആയിട്ട് അതിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെയും തൊഴുതിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ഗോപുരം, മെയിൻ ടെമ്പിൾ, രാധാകൃഷ്ണ ടെമ്പിളിൻ്റെ ഗോപുരമാണ് കേട്ടോ ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ അനുവാദം ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതാണ് മെയിൻ ടെമ്പിളിൻ്റെ ഗോപുരം. ഇത് നമ്മൾ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ രാധാകൃഷ്ണ ഭഗവാന്റെ അമ്പലം. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ച കാരണം നമ്മളവിടെ മൊബൈലൊന്നും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മറ്റിടത്തൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ജസ്റ്റ് ഇതിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഉള്ളിൽ ഇത് ഉൾഭാഗമാണ് കേട്ടോ, ഉൾഭാഗത്തിൻ്റെ മോൾ ഭാഗമാണ്. അവിടെ ഇങ്ങനെ ഭജൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഭഗവാന്റെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് മെഡിറ്റേഷൻ പോലെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. അവിടെ ഭജൻസൊക്കെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ലൊരു സുഖമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ഇറങ്ങി വരികയാണ് കേട്ടോ. അതാണ് മെയിൻ. അതൊരു വലിയൊരു ഹോള് പോലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് ഈ ഭജൻസ് നടക്കുന്ന ആൾക്കാർ നിറയെ ഇരിക്കേണ്ട ഹോളിൽ. അപ്പോൾ ഭഗവാന്റെ കൃഷ്ണൻ രാധയായിട്ടുള്ള വലിയ വിഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് നമുക്കിങ്ങനെ വലിയൊരു ഹോളാണ്, അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഭജൻസ് ഉണ്ട്. അപ്പോൾ നമുക്കവിടെ കുറേ നേരം നമ്മളവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ. കുറേ സ്വീറ്റ്സും മറ്റുമൊക്കെ വിൽക്കുന്ന ഫുഡ് സ്റ്റോളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ തന്നെ ഇസ്കോൺകാരുടെ തന്നെ ബുക്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റോളുകൾ, പിന്നെ ഫോട്ടോസ്, അങ്ങനെ കൃഷ്ണൻ്റെ ഫോട്ടോസ്, കൃഷ്ണൻ രാധ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വിൽക്കുന്ന കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അവരുടെ നെയ്യ് അങ്ങനെയുള്ള അവർ തന്നെ ഉണ്ടാക്കുന്ന സ്നാക്സ്, അങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണല്ലോ അമ്പലത്തിലേക്ക് പോയത്, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഈ ഉള്ളിക്കൂടെ ഇറങ്ങുകയാണ് കേട്ടോ. ഓരോ സ്റ്റെപ്പുകളിങ്ങനെ ഇറങ്ങി ഓരോ നിലയിലും ഇങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റില്ല, ഓരോ സ്റ്റോളുകൾ, നിറയെ സ്റ്റോളുകളുണ്ട് കേട്ടോ. ഒരു തട്ടിൽ കുറേ സ്റ്റോളുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ
ആദ്യ സ്റ്റോളുകളുണ്ടാകും. ഇത് നമ്മൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ആ ജനലിൽ കൂടെ ഉള്ളൊരു കാഴ്ച നമ്മൾ വന്ന വഴി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ നല്ല ഒരു മനോഹരമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ആ ഗോപുരമൊക്കെ കാണാം. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു സ്റ്റോളിൽ നിന്ന് ഒരു ബോളി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതാണ് കയ്യിലിരിക്കണത്. ഇനിയും നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങണം, അങ്ങനെ എങ്ങനെയാണ് കേട്ടോ. അപ്പം പിന്നെ അങ്ങോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്റ്റോള്, നമ്മുടെ കൃഷ്ണനും രാധയും യശോദയും കൃഷ്ണനും ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റോളുണ്ട് കേട്ടോ. നമ്മുടെ പൂജാമുറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലെ വിഗ്രഹങ്ങൾ, ഓടിൻ്റെ വിഗ്രഹങ്ങൾ, അതുമാതിരി ചന്ദനത്തിരി, പിന്നെ കുറേ ഫോട്ടോസ്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മളതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്നും അവിടെ നിന്നൊന്നും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി നടന്നു. അതുമാതിരി തന്നെ നമ്മൾ ഫുഡിൻ്റെ സ്റ്റോളുകളും കുറേ ടൈപ്പ് ഫുഡിൻ്റെ സ്റ്റോളുകളുണ്ടായിരുന്നു കേട്ടോ. അതേമാതിരി കുറച്ച് ഡ്രസ്സിൻ്റെ ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ നമ്മുടെ ഓടിൻ്റെ ഓരോരോ വിഗ്രഹങ്ങളാണ് കേട്ടോ. കുറേ ആൾക്കാർ മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസും പിന്നെ ഈ ചെറിയ ഇതേമാതിരിയുള്ള വിഗ്രഹങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫുഡിൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ പപ്സ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പം നമ്മളൊരു മസാല പപ്സ് വാങ്ങിച്ചു. അപ്പോൾ അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം പ്യുവർ വെജാണ്, അമ്പലമാണല്ലോ, അപ്പോൾ എല്ലാം പ്യുവർ വെജാണ് കേട്ടോ. അതുമാതിരി നല്ല ടേസ്റ്റുമുള്ള, അവരുടെ മേൽനോട്ടത്തിലാണ്, ഇസ്കോൺ ടെമ്പിളിൻ്റെ മേൽനോട്ടത്തിലുള്ള ഇതായതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡിനൊക്കെ. ഇവിടെ അതുപോലെ കുറേ ഫോട്ടോസും ചുരിദാറ്, പിന്നെ ചന്ദനത്തിരി ഒക്കെ, അതൊക്കെ നല്ല ടൈപ്പ് ചന്ദനത്തിരികൾ, സാൻഡിലൊക്കെ ഉള്ള ആ ടൈപ്പ് ചന്ദനത്തിരിയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലെ നിറയെ സ്റ്റോളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി പോവാണ്. ഇവിടെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോയ്ക്കൊക്കെ കുറേ ഉണ്ട് സാധനങ്ങൾ. കുറേ ലഡ്ഡൂസൊക്കെ ഉണ്ട് കേട്ടോ. ജിലേബി, ലഡ്ഡു. പിന്നെ ഏറ്റവും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഹോളിലായിട്ട് ഇതുപോലെ ഫുഡിൻ്റെ ഒരു വലിയൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിറയെ സംഭവങ്ങളുണ്ടായിരുന്നു. രസഗുള, പുളിയോഗ്ര, ഗുലാബ് ജാമുൻ, പിന്നെ അങ്ങനെ ഫുഡിൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ആയിട്ട്. അതേമാതിരി ബദാം മിൽക്ക്, ലസ്സി, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ലസ്സി, പിന്നെ ജിലേബി, അതൊക്കെ ചൂടോടെ ഇങ്ങനെ, ആ യെല്ലോ ജിലേബിയൊക്കെ നല്ല ചൂടോടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇങ്ങനെ ചെറിയൊരു ഇലയുടെ ഒരു പാത്രം ഉണ്ടല്ലോ, അതിലിങ്ങനെ 30 രൂപ 50 രൂപ. ഇത് പുളിയോഗ്രയാണ് കേട്ടോ. അപ്പം ഇത് ജിലേബി, പിന്നെ പപ്സ്, സമോസ, അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിറയെ ആൾക്കാരും ഉണ്ട് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു പുളിയോഗ്ര പറഞ്ഞിട്ട് 3 ആളും കൂടെ കഴിച്ചു കേട്ടോ. ഇത് നമുക്ക് എല്ലാം കൂടെ നമ്മുടെ കഴിച്ച് തീർക്കണ്ടേ. അപ്പം നമ്മൾ ചിലതൊക്കെ നമ്മൾ ഓരോന്ന് വാങ്ങിച്ചിട്ട് 3 ആളും കൂടെ ഷെയർ ചെയ്തു. പിന്നെ എന്താ പറയുക, മുളക് ബജ്ജി വാങ്ങിച്ചു. പിന്നെ എന്താണ് വാങ്ങിച്ചത്, രസഗുള എല്ലാവരും ഓരോരുത്തർ ഇഷ്ടമുള്ളത്, ഒരാൾ രസഗുള, ഒരാൾ ഗുലാബ് ജാമുൻ, അങ്ങനെ വാങ്ങിച്ചു. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് കഴിച്ചപ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞു. അങ്ങനെ അതേപോലെ പല വെറൈറ്റി തരത്തിലുള്ള സ്നാക്സുകളുണ്ടായിരുന്നു കേട്ടോ. സമൂസ, കോളിഫ്ലവറിൻ്റെ ബജ്ജി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ തന്നെ ഹാൻഡ് വാഷിനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് നമ്മളിനി പുറത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ പാഴ്സൽ മേടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു കവറിലാക്കി ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം കേട്ടോ. ഇതേപ്പം നമ്മൾ പുറത്തെത്തി. പുറത്തും ഇതുപോലെ അവിടെ എന്താ പറയുക, കുറച്ച് അന്നദാനം എന്ന് പറയാൻ പറ്റില്ല, അന്നദാനത്തിൻ്റെ ഒരു കൗണ്ടറുണ്ട് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചോറ്, രസം, അങ്ങനെയുള്ള സംഭവങ്ങൾ, അത് നമ്മൾ പോയില്ല. അല്ലാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു കുളമുണ്ട് അവരുടെ, നല്ല ഭംഗിയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട്, അതാണ് അമ്പലം, അതിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു കുളം, നല്ല ഭംഗിയുള്ളൊരു കുളം കാണാൻ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് അവർ ഈ കിച്ചടി സേവ എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അതും ഇതുപോലെ ആ ഒരു ഇലയുടെ ഒരു പാത്രത്തിൽ
അവരിങ്ങനെ കൊടുക്കുകയാണ്. ഒരു സെമി ഗ്രേവി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഒരു റൈസിൻ്റെ പൊങ്കലൊക്കെ കുറച്ച് ലൂസായിട്ടൊരു ഗ്രേവി ആയിട്ടിരുന്ന് എങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾക്ക് സ്പൂണൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഇല വെച്ച് തന്നെ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റുള്ളൊരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ദേ ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അതും അവിടെ 2 മണി വരെ ആയിരുന്നു. 11:30 AM മുതൽ 2 PM വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് വൈകുന്നേരം ഉണ്ടാവില്ലേ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ് പുറത്തേക്ക്. ഇനി ആ പുറത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അമ്പലത്തിൻ്റെ. ഇതാണ് അമ്പലത്തിൻ്റെ ആ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച. നമ്മൾ എക്സിറ്റ്, നമ്മൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചപ്പലൊക്കെ എടുക്കണം. ചപ്പലൊക്കെ നമ്മളവിടെ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചപ്പലൊക്കെ എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം കേട്ടോ. ആ കാണുന്നൊരു ബ്ലാക്ക് ആ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ. ബാംഗ്ലൂരിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങാണത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഫ്ലാറ്റ്, വലിയൊരു ഫ്ലാറ്റ്. അപ്പോൾ ആ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ എന്നും കാണാം അമ്പലം. ഇനി നമ്മളൊരു കുന്നിലേക്കാണല്ലോ കയറി. ഇനി ഇങ്ങനെ ഇറങ്ങി പോകണം. നമ്മൾ ചപ്പലൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ നമ്മൾ ചപ്പലൊക്കെ സൂക്ഷിച്ച സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പലൊക്കെ വാങ്ങിച്ച് അവിടെ ഇങ്ങനെ ചാക്കിലായിട്ടാണ് കേട്ടോ ചപ്പൽ സൂക്ഷിക്കുന്നത്. ഒരു ജോഡി ചപ്പലിന് 5 രൂപ. അപ്പം നമ്മൾ അതിൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ട് ചപ്പലൊക്കെ മേടിച്ചിട്ട് നമുക്കിനി റോഡ് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഊബർ വിളിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട്. അതിനായിട്ടൊരു ചെറിയൊരു പാലമുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി, അതിൽ കൂടെ വന്ന് നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അമ്പലം കാണാം. ഇതേ അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. അതാ കാണുന്നു ഇസ്കോൺ ടെമ്പിൾ. ഇതേ മെട്രോ ഒക്കെ പോകുന്നുണ്ട്. മെട്രോയുടെ ആ പാലമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ ഊബർ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കാറ് വന്നു. അപ്പം നമ്മളതിൽ കയറി ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ്കോൺ ടെമ്പിളിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.